ഈ സന്ദേശം യഹൂദന്മാരെ ഉദ്ദേശിച്ചുകൊണ്ട് എഴുതിയതായതുകൊണ്ടും ആ സുവിശേഷത്തിന്റെ ആരംഭത്തിൽ തന്നെ വംശാവലിയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. അത് ആരംഭിക്കുന്ന അബ്രഹാമിന്റെ പേരോടുകൂടി. എന്നാൽ മർക്കോസ് എന്ന് പറയപ്പെടുന്ന സുവിശേഷകൻ തൻ സുവിശേഷം എഴുതുമ്പോൾ ദാസനായ യേശുക്രിസ്തുവിനെയാണ് തന്റെ സുവിശേഷത്തിലൂടെ ലോകത്തോട് അറിയിക്കുന്നത്. ലൂക്കോസ് സുവിശേഷകനാകട്ടെ യേശുക്രിസ്തുവിനെ മനുഷ്യപുത്രൻ എന്ന നിലയിൽ അവതരിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അബ്രഹാമിൽ ആരംഭിക്കാതെ ആദാം മുതൽ തന്നെ യേശുക്രിസ്തുവിന്റെ വംശപാരമ്പര്യം ആരംഭിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഈ മൂന്ന് സുവിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ ലോകത്തിന് വെളിപ്പെടുത്തുന്ന സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. ആ യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുന്നത് ആദാമിൽ നിന്നല്ല, അബ്രഹാമിൽ നിന്നല്ല, ലോകത്തിന്റെ ആരംഭത്തിൽ നിന്നാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ നിത്യത മുതൽ അത് ആരംഭിക്കുക. ആദ്യം വചനമുണ്ടായിരുന്നു. ഇന്ന് കാണുന്ന സകലവും വചനത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് വിശദീകരിക്കാനാണ് ഈ കാണുന്ന പ്രപഞ്ചം, ഈ കാണുന്ന ലോകം. ഇന്ന് ലോകത്തിൽ കാണുന്നതെല്ലാം അവൻ മുഖാന്തരം ഉളവായതെന്നും ഉളവായതൊന്നും അവനെ കൂടാതെ അല്ല എന്നും അവൻ എല്ലാത്തിന്റെയും സൃഷ്ടിതാവാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന പുസ്തകമാണ് യോഹന്നാന്റെ സുവിശേഷം. ആ സുവിശേഷത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് സത്യം നിങ്ങൾ അറിയും, ആ സത്യമാണ് നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നത്. ഈ സുവിശേഷം 18-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ എന്താണ് സത്യമെന്ന് ചോദിക്കുന്ന പീലാത്തോസിനെ നാം കാണാം. ന്യായാധിപനായ പീലാത്തോസ് ചോദിക്കുകയാണ്, എന്താണ് സത്യം? ആ ചോദ്യത്തിന് പീലാത്തോസിന് മറുപടി കിട്ടിയോ? കിട്ടിയെങ്കിൽ താൻ അതിനെ ഉൾക്കൊണ്ടോ, അതിനെ സ്വീകരിക്കാൻ തയ്യാറായോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഇന്ന് പകൽക്കാലം സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ നയിക്കുന്ന സത്യമാകുന്ന ക്രിസ്തുവിനെ, സത്യവാനായ ദൈവത്തെ തിരിച്ചറിയുമ്പോൾ ഈ രാത്രികാലം ഈ വചനം നമുക്കും ഈ ചുറ്റുപാടുകൾക്കും ഒരു സ്വാതന്ത്ര്യത്തിന്റെ ദിവസമായി മാറുന്നു. ദൈവത്തെ സംബന്ധിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നത് 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം 8-ാമത്തെ വാക്യം ദൈവ സ്നേഹമാകുന്നു. അതേ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത് ദൈവം വെളിച്ചമാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ദൈവം ആത്മാവാകുന്നു. 1 യോഹന്നാൻ ഇബ്രായ ലേഖനം 6-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ദൈവം സത്യമാകുന്നു, സത്യവാനാകുന്നു. ദൈവം സ്നേഹമാണ്, ദൈവം വെളിച്ചമാണ്, ദൈവം ആത്മാവാണ്, ദൈവം സത്യവാനാണ്. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ലോകത്തിന് വചനം പരിചയപ്പെടുത്തുന്നത് നമ്മുടെ പിതാവായ ദൈവം അവൻ ഏക സത്യദൈവമാണ്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 6-ാമത്തെ വാക്യം യേശു പറയുകയാണ്, ഞാൻ സത്യമാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് സത്യത്തിന്റെ ആത്മാവ്. അപ്പോൾ ഏക സത്യദൈവം, സത്യമായ ക്രിസ്തു, സത്യാത്മാവ്, അവനാണ് സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ നയിക്കുന്ന സത്യമായ ദൈവം. ഇന്ന് രാത്രിയിലെ ഈ വചനപ്രഭാ
പ്രഭാഷണം വിശുദ്ധ വേദപുസ്തകത്തെ ആധാരമാക്കിക്കൊണ്ടുള്ളതാണ്. ഈ വേദപുസ്തകത്തിന്റെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ പറയുന്നത് സത്യഗ്രന്ഥം എന്നാ പറയുന്നത്. സത്യഗ്രന്ഥം എന്നൊരു പേര് വരുവാനുള്ള കാരണം സത്യം മാത്രം പറയുന്ന സത്യവാനായ ദൈവത്തിന്റെ സത്യപ്രസ്താവനകളുടെ ഒരു സംഗ്രഹമാണ് ദൈവത്തിന്റെ വചനം. ഈ വചനത്തിൽ അസത്യമില്ല. ഏത് കാലത്തും ഏത് ദേശത്തുള്ള പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ വിശ്വസിക്കാവുന്ന, അംഗീകരിക്കാവുന്ന സത്യഗ്രന്ഥമാണ് ദൈവത്തിന്റെ വചനം. ഈ കാലഘട്ടം ഒരു അറിവിലേക്ക് മനുഷ്യൻ കുതിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഒരു 50 വർഷം മുമ്പ് നമ്മുടെ വിദ്യാഭ്യാസ മേഖല സാധാരണയായി എല്ലാ പ്രിയപ്പെട്ടവരും 10ാം ക്ലാസ് കഴിഞ്ഞാൽ പ്രീ ഡിഗ്രിക്ക് പോകുന്നു. അത് കഴിഞ്ഞാൽ ഭൂരിപക്ഷം ആളുകളും ഡിഗ്രിക്ക് പോകുന്നു. മറ്റു പല മേഖലകളിലേക്ക് തിരിയുന്ന പ്രിയപ്പെട്ടവരും. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. 10ാം ക്ലാസ് കഴിഞ്ഞാൽ പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ ഏക ആശ്രയം ഡിഗ്രി കോഴ്സുകളല്ല, ജോലി നൽകി തരുവാൻ പര്യാപ്തമായ നൂറുകണക്കിന് കോഴ്സുകളാണ്. മനുഷ്യന്റെ അറിവിന്റെ മണ്ഡലം വളരെ വേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഭൂമിയുടെ പരപ്പിൽ മാത്രമല്ല, അളന്ന് തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്കും അറിവ് കടന്നു പോവുകയാണ്. കണ്ടെത്താ ദൂരത്തുയർന്നു നിൽക്കുന്ന വിശാലമായ ആകാശം, ഇവിടെയുള്ള നക്ഷത്രങ്ങൾ, ഇതിനകത്തുള്ള ഗ്രഹങ്ങൾ, മനുഷ്യന്റെ അറിവ് വളരെ വേഗം വർദ്ധിച്ചു വരികയാണ്. മനുഷ്യൻ ഒത്തിരി കാര്യം അറിയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഇതെല്ലാം അറിയുന്ന മനുഷ്യൻ അവനെ കുറിച്ച് അറിയുന്നതിൽ, അറിയേണ്ട യഥാർത്ഥി അറിയുന്നതിൽ പരാജയപ്പെടുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതും ആവശ്യമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ നേടിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് സത്യമായ ദൈവത്തെയും സത്യമായ യേശുക്രിസ്തുവിനെയും സത്യവചനത്തിലൂടെ സത്യാത്മാവിൽ ഗ്രഹിക്കുവാനിടയായി തീരുക. അപ്പോൾ ദൈവവചനമാകുന്ന സത്യത്തിലൂടെ സത്യാത്മാവിന്റെ സഹായത്താൽ ഏക സത്യ ദൈവത്തെയും സത്യമായ ക്രിസ്തുവിനെയും പൂർണ്ണമായിട്ട് അറിഞ്ഞിട്ട് ഒരു മനുഷ്യന്റെ ദേഹവും ദേഹിയും ആത്മാവും ആ സത്യത്തോട് ഇഴുകിച്ചേരുമ്പോൾ അവന്റെ മനസ്സിനകത്ത് ലഭിക്കുന്ന ഒരു പരമാനന്ദമാണ് യഥാർത്ഥമായ അറിവ്. ആ അറിവ് മാത്രമേ അവനെ പുനരുദ്ധാനത്തിലേക്ക് നയിക്കുന്നുള്ളൂ. മനുഷ്യന്റെ ജീവിതം ഈ മണ്ണ് കൊണ്ട് തീരുന്നതല്ല. 6 അടി മണ്ണിന്റെ അവകാശി മാത്രമല്ല ഈ മനുഷ്യൻ. ഈ മണ്ണിൽ ഒതുങ്ങിപ്പോകുന്നവരുമല്ല മനുഷ്യൻ. അതുകൊണ്ട് ദൈവം പറയുന്നത് ഒരിക്കൽ മരിക്കും, അതിനുശേഷം ഒരു ന്യായവിധിയുണ്ട്. പ്രിയമുള്ളവരെ, ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതത്തിലേക്ക് എന്നെയും നിങ്ങളെയും ഒരുക്കുന്നതാണ് സത്യമായ ക്രിസ്തുവിന്റെ സുവിശേഷം. അതിനുവേണ്ടി ഒരുക്കപ്പെടുവാൻ വേണ്ടിയാണ് ഈ യോഗം ഇന്ന് രാത്രി ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അബ്ദുൽ കലാമിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെയധികം അറിവുകൾ ഉണ്ടായിരുന്ന മനുഷ്യനാണ്. തനിക്ക് അറിവുണ്ടായിരുന്നു എന്നുള്ളത് മാത്രമല്ല, അറിവിന്റെ ലോകത്തിലേക്ക് ആയിരങ്ങളെ ആകർഷിക്കുവാൻ വേണ്ടി പരിശ്രമിച്ച ഒരു മനുഷ്യനാണ്. ഏതാണ്ട് അദ്ദേഹത്തിന്റെ തലയും അദ്ദേഹത്തിന്റെ തലച്ചോറും, നമ്മുടെ തലയും നമ്മുടെ തലച്ചോറും ഏതാണ്ട് ഒരുപോലെയുള്ളതാണ്, ഒരേ വെയിറ്റ് ഉള്ളതാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ തലയിലുള്ള അറിവും അതുപോലെ തന്നെയോ അതിനേക്കാൾ വലിയ തലയുള്ള നമ്മുടെ അറിവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ വളരെയധികം വ്യത്യസ്തമാണ്. എന്നാൽ ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ പറയാം. ഈ ലോകത്തിന്റെ അറിവുകൾ മാത്രം കുത്തി നിറച്ച് ഏത് ശാസ്ത്രജ്ഞൻ
സ്വന്തം പേര് പോലും എഴുതുവാൻ അറിവില്ലാത്ത ഒരു സാധാരണക്കാരനായ മനുഷ്യന് മരിച്ചു കഴിഞ്ഞാൽ അവന്റെ തലച്ചോറും അവന്റെ അറിവും മണ്ണിനകത്ത് എന്നേക്കുമായി അവസാനിക്കുന്നു. എന്നാൽ വീണ്ടെടുപ്പ് പ്രാപിച്ച, സത്യത്തിലൂടെ സ്വാതന്ത്ര്യം പ്രാപിച്ച ദൈവജനത്തിനൊരു വലിയ പ്രത്യാശയുണ്ട്. എന്താണ് പ്രത്യാശ എന്നറിയാമോ? ക്രിസ്തീയ ജീവിതം എന്നുള്ളത് കല്ലറ കൊണ്ട് അവസാനിക്കുന്നതല്ല, മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല. കർത്താവിന്റെ കാഹളനാദം കേൾക്കുമ്പോൾ മണ്ണിലുറങ്ങുന്ന സകല വിശുദ്ധന്മാരും എഴുന്നേറ്റ് വരുന്നൊരു സുദിനമുണ്ട്. മരണം കൊണ്ട് അവസാനിക്കാത്ത ഒരു ജീവിതത്തിലേക്ക്, ഒരു പുനരുദ്ധാനത്തിലേക്ക്, മണ്ണിനെ തിന്നു തീർക്കുവാൻ കഴിയാത്ത ഒരു ശരീരത്തിലേക്ക് നമ്മെ ഉയർപ്പിക്കുന്നത് ഈ നിത്യജീവനായ യേശു എന്ന സത്യമാണ്. സത്യത്തിനൊരു ശത്രുവുണ്ട്. സത്യത്തിന്റെ ശത്രു ഭോഷ്കാണ്. യോഹന്നാൻ 8-ാം അധ്യായം 44-ാം വാക്യത്തിൽ നാം ഇത് മനസ്സിലാക്കുന്നു. സത്യത്തിനെതിരായി ഭോഷ്ക് എന്നും തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിനെതിരായി പ്രതിരോധത്തിന് മതിൽക്കെട്ടുകൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, സത്യത്തിനെതിരായി ഭോഷ്ക് പടുത്തുയർത്തുന്ന വലിയ മതിൽക്കെട്ടുകൾ സത്യത്തിന് മുൻപാകെ തൽക്കാലത്തേക്ക് ഉയർന്നു നിന്നാലും അത് വെറും ചിലന്തി വലകൾ പോലെ മാത്രമേ ഉള്ളൂ. സാധാരണയായി നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്, സത്യം ഒരു യാത്രയ്ക്ക് പുറപ്പെടുവാൻ വേണ്ടി ചെരുപ്പിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഭോഷ്ക് ലോകം മുഴുവൻ സഞ്ചരിച്ചിരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. സത്യത്തെ ഒതുക്കുവാൻ ആർക്കും പറ്റില്ല, സത്യത്തെ കുഴിച്ചു മൂടുവാനും ആർക്കും പറ്റില്ല. പണം കൊണ്ടും സ്വാധീനം കൊണ്ടും അധികാരങ്ങൾ കൊണ്ടൊക്കെ അല്പകാലത്തേക്ക് സത്യത്തെ കുഴിച്ചുമൂടാം എന്ന് ചിന്തിച്ചാൽ ഒരു സത്യം ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം. സത്യത്തെ പണം കൊണ്ടും, സത്യത്തെ അധികാരം കൊണ്ടും, സത്യത്തെ സ്വാധീനം കൊണ്ടും കുഴിച്ചുമൂടുവാൻ ആർക്കും പറ്റുകയില്ല. അത് 2 ദിവസം മാത്രമേ ഉള്ളൂ. 3-ാം ദിവസം സത്യം എഴുന്നേറ്റ് വരും. സ്തോത്രം. സത്യത്തെ സ്വീകരിക്കുവാൻ വേണ്ടി അവസരം ലഭിച്ച പീലാത്തോസ് കൈ കഴുകി ആ സത്യത്തെ ഉൾക്കൊള്ളുവാൻ മനസ്സില്ലാത്തവനായി ഒഴിഞ്ഞു മാറി. സത്യത്തെ സ്വീകരിക്കുവാൻ ജീവിതത്തിൽ അവസരം ലഭിച്ച യൂദ സത്യത്തെ ഒറ്റിക്കൊടുത്തു. സത്യത്തെ നേരിട്ട് കാണുവാൻ അവസരം ലഭിച്ച മതത്തിന്റെ നേതാക്കന്മാർ, പുരോഹിതന്മാർ, ശാസ്ത്രിമാർ, രാഷ്ട്രീയ നേതൃത്വം സത്യത്തെ കുഴിച്ചുമൂടി. അവർ വിചാരിച്ചു കല്ലറ കൊണ്ട് ഈ സത്യം എന്നേക്കുമായി അസ്തമിക്കുമെന്ന്. എന്നാൽ ലോകത്തെ അതിശയിപ്പിച്ചുകൊണ്ട് സത്യത്തെ കുഴിച്ചു മൂടുവാൻ വേണ്ടി ശ്രമിച്ച അധികാരികളെയും, സത്യത്തെ കുഴിച്ചു മൂടുവാൻ ശ്രമിച്ച മതത്തിന്റെ സംവിധാനങ്ങളെയും അമ്പരപ്പിച്ചുകൊണ്ട് സത്യം 3-ാം നാൾ എഴുന്നേറ്റു വന്നു. അതൊരു സത്യമാണ് പ്രിയമുള്ളവരെ. സത്യത്തെ കുഴിച്ചുമൂടുവാൻ പറ്റുകയില്ല. ദൈവത്തിന്റെ സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിൽ കുറച്ചുപേരെങ്കിലും ജീവിതത്തിൽ സത്യം ബലിയടിക്കപ്പെട്ടതുപോലെയോ, സ്വന്തം ജീവിതത്തിൽ സത്യം കുഴിച്ചു മൂടപ്പെട്ടതുപോലെയോ, സത്യം പുറത്തു വരാതെ പണമോ അധികാരമോ സ്വാധീനങ്ങളോ സത്യത്തെ ബലിയടിച്ചതുപോലെ തോന്നുന്നവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം വിളിച്ചു പറയുവാൻ താല്പര്യപ്പെടുകയാണ്. സത്യത്തെ ഒതുക്കി വെക്കുവാൻ ആർക്കും ഒരിക്കലും പറ്റുകയില്ല. സത്യം ഒരു ദിവസം ഉയർത്തെഴുന്നേറ്റിരിക്കും. യേശു ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ ജീവിതത്തിലും എന്നേക്കുമായി സത്യത്തെ ഒതുക്കി വെച്ച് സ്തോത്രം നമ്മെ ദുഃഖത്തിലാഴ്ത്തുവാൻ ആർക്കും പറ്റുകയില്ല. ഒരിക്കൽ സത്യം എഴുന്നേറ്റിരിക്കും. ദൈവത്തിന്റെ പഠന കാലഘട്ടത്തിൽ കർത്താവിൽ അനുഗ്രഹീതനായ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന ജോർജ് ഉമ്മൻ സാറ് അദ്ദേഹം പറഞ്ഞ ഒരു സംഭവം. ആ സംഭവം നടന്നത്
അങ്ങ് വടക്ക് ഞങ്ങളുടെ നാട്ടിലാണ്. എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ എന്നൊരു സ്ഥലമുണ്ട്. ആ പട്ടണത്തിന്റെ ഏതാണ്ട് മധ്യഭാഗത്ത് കച്ചേരിത്താഴം എന്നൊരു ജംഗ്ഷനുണ്ട്. യാത്ര ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്ക് അത് വളരെ പരിചിതമാണ്. KSRTC സ്റ്റാൻഡ് കഴിഞ്ഞ് ഏതാണ്ട് 1 കിലോമീറ്ററോളം മുൻപിലേക്ക് വരുമ്പോൾ ആ പുഴയുടെ മീതെയുള്ള പാലത്തിന് തൊട്ടു മുമ്പുള്ള ജംഗ്ഷൻ, അവിടെ നടന്ന ഒരു സംഭവം. അനേക വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് ആരിൽതോ ലഭിച്ച ഒരു അറിവ് നിമിത്തം പറഞ്ഞൊരു സംഭവം എന്റെ ഓർമ്മയിലേക്ക് വരികയാണ്. നാളുകൾക്കപ്പുറത്ത് നമ്മുടെ നാട്ടിൽ അടിമത്തം ഉണ്ടായിരുന്നു. നമ്മുടെ നാടിന്റെ പൗരാണികതയൊക്കെ പറയുമ്പോൾ നാം ഒത്തിരി അഭിമാനം കൊള്ളുന്നവരാണെങ്കിലും ചില യാഥാർത്ഥ്യങ്ങൾ കാണാതെ പോകരുത്. അന്നൊക്കെ അധികം ആളുകൾ കൃഷിക്കാരായിരുന്നു. ആളുകൾക്ക് വസ്തുവില്ലായിരുന്നു, വീടില്ലായിരുന്നു. മൃഗങ്ങളെ പോലെ അടിമകളായി ജോലി ചെയ്യുന്ന ആളുകൾ ധാരാളം ഉണ്ടായിരുന്നു. ഒരു കോടീശ്വരനായ മനുഷ്യൻ, അദ്ദേഹത്തിന് ധാരാളം കൃഷിയിടങ്ങളുണ്ട്. ആ കൃഷിയിടങ്ങളിൽ താൻ കൃഷിക്ക് വേണ്ടി ഉഴുവാൻ വേണ്ടി മൃഗങ്ങളെയല്ല ഉപയോഗിച്ചിരുന്നത്, മനുഷ്യനെയാണ് ഉപയോഗിച്ചിരുന്നത്. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ പ്രായമുള്ളവർക്ക് അറിയാവുന്ന വസ്തുതയാണ്. ഒരു ദിവസം ഏതാണ്ട് 12 മണി സമയം തന്റെ വയലിലെ കൃഷി എങ്ങനെയാണെന്ന് അറിയുവാൻ വേണ്ടി, ജോലി അറിയുവാൻ വേണ്ടി ഈ മനുഷ്യൻ വയലിലേക്ക് വരുമ്പോൾ രാവിലെ തുച്ഛമായി എന്തോ ഭക്ഷണം കഴിച്ച് ഒരാൾ ഒഴുകുന്നു. 2 പേരുടെ ചുമരിൽ ആ മുഖം വെച്ച് കിട്ടിയിരിക്കുക. സൂര്യൻ കത്തി ജ്വലിച്ചു വരുന്നു. ശക്തമേറിയ വിശപ്പുണ്ട്. ശരീരം തളർന്നിരിക്കുകയാണ്. ഒരടി പോലും മുൻപോട്ട് പോകാൻ കഴിയാതെ ഈ സാധുക്കൾ ആ വരമ്പത്ത് ഒരല്പസമയം ഒരു തെങ്ങിന്റെ ചോലയിൽ വിശ്രമിക്കുക. അപ്പോൾ ഈ ഉടമസ്ഥനായി മനുഷ്യൻ വരുമ്പോൾ അദ്ദേഹം കാണുന്ന കാഴ്ച, ജോലി ചെയ്യേണ്ടവർ വിശ്രമിക്കുകയാണ്. കോപിഷ്ഠനായ മനുഷ്യൻ അവിടെ കിടന്ന ഒരു വലിയ തടിയെടുത്ത്, ഒരു വലിയ വടിയെടുത്ത് ആ മനുഷ്യനിൽ ഒരാളെ നിഷ്കരണം ഒരടി അടിച്ചുള്ളൂ. പുറം നോക്കി ഒരടി കൊടുത്തു. ഈ തളർന്ന അവശനായി ഇതുവരെയും ചുമരിൽ മുഖം വെച്ച് ഉഴുതുകൊണ്ടിരുന്ന ഈ സാധുവായ മനുഷ്യൻ തളർന്ന് ആ വയലിലേക്ക് വീഴുകയാണ്. ശ്വാസം അദ്ദേഹം വലിച്ചെടുത്തപ്പോൾ ഈ ചെളിവെള്ളവും ഈ ചേറും തന്റെ മൂക്കിലേക്ക് കയറി. തൽക്ഷണം ആ മനുഷ്യൻ ലോകത്തോട് യാത്ര പറഞ്ഞു. അദ്ദേഹം മരിച്ചു. പെട്ടെന്ന് സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചു. ധനാഢ്യനായി മനുഷ്യൻ പറഞ്ഞത്, എന്റെ വയലിൽ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകനെ അവരിൽ ഒരാൾ തന്നെയാണ് അടിച്ചു വന്നത്. അല്ല എന്ന് പറയുവാൻ കാഴ്ചക്കാർക്ക് അന്ന് ഭയമാണ്. അദ്ദേഹത്തിനെതിരായി സാക്ഷി പറയുവാൻ ആരുമില്ല. പോലീസായി, കേസായി, കോടതിയായി. അവസാനം ആ വയലിൽ ജോലി ചെയ്തിരുന്ന ഒരാളുടെ മേൽ ഈ കൊലപാതക കുറ്റം ചുമത്തപ്പെടാനിടയായി. ആ വിധത്തിൽ കേസ് മുന്നോട്ട് പോയി. മൂവാറ്റുപുഴയിലെ കച്ചേരിത്താഴത്തുള്ള കോടതിയിൽ ഇതിന്റെ വിസ്താരം നടക്കുകയാണ്. ആ കോടതിയിൽ പോലും ഞാനല്ല അടിച്ചു വന്നത് എന്ന് പറയാനുള്ള ധൈര്യം ഈ പ്രിയപ്പെട്ടവർക്കില്ല. അത് ആ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു. പ്രിയമുള്ളവരെ, അടിച്ചു വന്നു എന്ന് ആരോപിക്കപ്പെടുന്ന മനുഷ്യനെ കൊലക്കുറ്റത്തിന് എല്ലാ തെളിവുകളും ഹാജരാക്കി അദ്ദേഹത്തെ വിസ്തരിച്ച് അദ്ദേഹത്തിന്റെ മേലുള്ള ശിക്ഷ നടപ്പിലാക്കുവാൻ കോടതി ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ ശിക്ഷ കേൾക്കുവാൻ വേണ്ടി ശിക്ഷിക്കപ്പെടുവാനുള്ള ആളുകളുണ്ട്, അതിന് ചുമതലപ്പെട്ട ആളുകളുണ്ട്, അവരുടെ ബന്ധുക്കളുടെ ചാർച്ചക്കാരുണ്ട്. അവരെല്ലാം ഒരുമിച്ച് അവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. സത്യത്തിൽ ഈ കൊലപാതകം നടത്തിയ ആ വസ്തുവിന്റെ ഉടമസ്ഥനും പ്രഭുവുമായ ആ മനുഷ്യനും ആ കോടതി വരാന്തയിലുണ്ട്. ഏതാണ്ട് ഒരു 12:30 മണി സമയം
നല്ല ഉച്ച സമയം, മഴയ്ക്കുള്ള സാധ്യതയില്ല. ഈ വാദിയുടെയും പ്രതിയുടെയും വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ കേട്ട് ഈ മനുഷ്യനെ എന്നേക്കുമായി ശിക്ഷിക്കേണ്ടതിന് ജഡ്ജി തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന നിമിഷം ആ നാടിനെ നടുക്കിക്കൊണ്ട് ആകാശത്തിൽ നിന്ന് ഒരു വലിയ മുഴക്കമുണ്ടായി. ആകാശത്തിൽ നിന്ന് മുഴക്കം മാത്രമല്ല, ആ 12 മണി സമയത്ത് ഒരു മിന്നലും ആ പട്ടണത്തെ വിറപ്പിച്ചുകൊണ്ട് അവിടെ ഉണ്ടാകാൻ ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, നൂറുകണക്കിന് ആളുകൾ കോടതി വരാന്തയിൽ വിധി കാത്തു നിൽക്കുകയാണ്. എന്നാൽ ആ മിന്നൽ അവരെല്ലാവരുടെ മേലും ഒരു ഛേദം വരുത്താതെ യഥാർത്ഥ കുറ്റവാളി ആ കോടതി വരാന്തയിൽ നിന്ന് കത്തുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, എന്തിനാ ഞാൻ ഈ സംഭവം പറഞ്ഞത്? ഈ കാഴ്ച കണ്ടപ്പോൾ ജഡ്ജി എഴുന്നേറ്റ് പറഞ്ഞു, ഇങ്ങനെയാണ്, ഈ കോടതിക്ക് മുകളിൽ മറ്റൊരു കോടതിയുണ്ട്. ആ കോടതി വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ കോടതി വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഇനി വിധി പ്രഖ്യാപിക്കേണ്ടതായിട്ടില്ല. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്തോത്രം, ദൈവം സത്യമാണ്, യേശുക്രിസ്തു സത്യമാണ്, പരിശുദ്ധാത്മാവ് സത്യാത്മാവാണ്. ഈ ഗ്രന്ഥം സത്യഗ്രന്ഥമാണ്. അസത്യം കൊണ്ട്, കൊണ്ട് ഈ സത്യത്തെ എത്ര മൂടി വയ്ക്കുവാൻ ശ്രമിച്ചാലും ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, ഇവിടത്തെ കോടതിക്ക് മുൻപാകെ, ഇവിടത്തെ പോലീസിന് മുകളിൽ, ഇവിടത്തെ അധികാരികൾക്ക് മുകളിൽ ഒരു നീതിന്യായ കോടതിയുണ്ട്. ആ കോടതി സത്യം മാത്രമേ നിർവഹിക്കുന്നവനാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, സത്യം മരിച്ചതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ, ഈ രാത്രി ദൈവാത്മാവ് ഓർപ്പിക്കുകയാണ്, സത്യത്തെ കൊല്ലുവാൻ ആർക്കും പറ്റില്ല.